കൊടും കാടുകളായിരുന്ന പിൽക്കാലത്ത് മൂന്നാർ എന്നറിയപ്പെട്ട ഈ പ്രദേശം ഏറ്റവും ആദ്യം ഇവിടെ എത്തിയ യൂറോപ്യൻ പ്ലാന്റേഴ്സ് ട്രാവൻകൂർ ഹൈറേഞ്ച് എന്നാണ് ഈ പ്രദേശത്തെ വിശേഷിപ്പിച്ചത്. അതിനുശേഷം കണ്ണൻദേവൻ മലനിരകൾ അഥവാ കണ്ണൻദേവൻ അഞ്ചുനാടു മലനിരകൾ എന്ന പേരിൽ ഈ പ്രദേശം അറിയപ്പെട്ടു. അതിനുശേഷമാണ് മൂന്നാർ എന്ന പേര് വരുന്നത്. എങ്ങനെയാണ് മൂന്നാർ എന്ന പേര് വന്നത്? 3 ആറുകളുടെ സംഗമ ഭൂമിയാണ് മൂന്നാർ. അതുകൊണ്ടാണ് മൂന്നാർ എന്ന പേര് വരുന്നത്. നല്ലതണ്ണി എസ്റ്റേറ്റിൽ നിന്നും ആരംഭിക്കുന്ന നല്ലതണ്ണിയാർ, കന്നിമല എസ്റ്റേറ്റിൽ നിന്നും ആരംഭിക്കുന്ന കന്നിയാർ, ഇവ രണ്ടും കൂടി മൂന്നാർ ടൗണിന് സമീപമായിട്ട് ഒത്തുചേരുന്നു. അതോടൊപ്പം തന്നെ അരുവിക്കാട്, സൈലന്റ് വാലി മലനിരകളിൽ നിന്നും പുറപ്പെട്ട് മാട്ടുപ്പെട്ടി വഴി ഒഴുകി മൂന്നാർ ടൗണിന് സമീപമെത്തുന്ന കുട്ടിയാർ. ഈ 3 ആറുകളും കൂടി മൂന്നാർ ടൗണിന് സമീപത്ത് വെച്ചിട്ട് ഒന്നാകുന്നു. അങ്ങനെ 3 ആറുകളുടെ സംഗമ ഭൂമി ആയതുകൊണ്ടിട്ടാണ് മൂന്നാർ എന്ന പേര് വന്നത്. നിങ്ങൾ നിരവധി തവണ മൂന്നാർ പോയിട്ടുണ്ടല്ലോ. ഈ 3 ആറുകൾ സംഗമിക്കുന്ന ആ ഒരു ഭാഗം കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് മൂന്നാർ എന്ന പേര് വന്നത് എന്ന് നിങ്ങൾക്കറിയാമായിരുന്നോ? ഇനിയുണ്ട് മൂന്നാറിന് വളരെയേറെ പ്രത്യേകതകൾ. കാണാം അടുത്ത എപ്പിസോഡിൽ. താങ്ക്